നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ജമ്മു കാശ്മീരിൽ വലിയ തരത്തിലുള്ള സുരക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ജമ്മു കാശ്മീർ വിമാനത്താവളം ഇപ്പോൾ NSG നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ഏറ്റെടുത്തിരിക്കുന്നു. അവിടെ കൂടുതൽ സുരക്ഷ ശക്തമാക്കുന്ന തീരുമാനമെടുത്തിരിക്കുന്നു. അതിനിടയിലും പല മേഖലകളിലും, പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ മേഖലകളിൽ പലയിടങ്ങളിലും ഇപ്പോഴും ശക്തമായ വെടിവെപ്പ് നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് നേരത്തെ പല സമയങ്ങളിലും പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയിരുന്നു. അത് സാധാരണ ജനജീവിതം തടസ്സമാകുന്ന തരത്തിലേക്ക് ജനങ്ങൾക്ക് നേരെയായിരുന്നു ഷെല്ലാക്രമണം ഉണ്ടായിരുന്നത്. ആ ആക്രമണം ഇപ്പോൾ കൂടുതൽ കടുപ്പിക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിന് തിരിച്ചടി എന്ന നിലയ്ക്ക് ഇന്ത്യൻ കരസേന വളരെ ശക്തമായി തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു. വെടിവെപ്പ് നടക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ എല്ലാ മേഖലകളിലും വളരെ ശക്തമായ ആക്രമണം ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ നേരിടുന്നു എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് ഇനി മുമ്പോട്ട് പോവുക, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇന്ത്യയുടെ ഇനി തുടർ പ്രവർത്തനങ്ങൾ, തുടർ പ്രതികരണങ്ങൾ എന്നത് വളരെ നിർണായകമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തരത്തിലും ഈ ഭീകരവാദത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന ആദ്യം നിലപാടെടുക്കുകയും ഓപ്പറേഷൻ സിന്ദൂർ എന്ന നിലപാടിലൂടെ പാകിസ്ഥാന് കൂടുതൽ ശക്തമായ തിരിച്ചടി നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ തരത്തിൽ ഭീകരവാദികളുടെ കേന്ദ്രം ആക്രമിച്ചത്. അന്നും ഇന്ത്യ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, സൈനിക നേതൃത്വത്തിന് നേരെയോ സൈനിക താവളത്തിന് നേരെയോ സാധാരണക്കാർക്ക് നേരെയോ ഒരു തരത്തിലുള്ള ആക്രമണവും നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു. പാകിസ്ഥാനിലുള്ള ഭീകരവാദത്തിൻ്റെ അടിവേരറക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെന്നുള്ളതാണ്. പക്ഷേ അതിന് മറുപടി എന്ന നിലയ്ക്ക് പാകിസ്ഥാൻ ഇപ്പോൾ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ 16 ജീവൻ എടുത്തു എന്നുള്ളതാണ്. ഷെല്ലാക്രമണത്തിൽ അതിർത്തി മേഖലയിലുള്ള സാധാരണക്കാരായ 16 ജീവനുകൾ നഷ്ടമായിരിക്കുന്നു. അതിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു സംഘർഷം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ശ്രമം, അല്ലെങ്കിൽ ഒരു പ്രകോപനം ഉണ്ടാക്കിയെടുക്കുന്ന ശ്രമം പാകിസ്ഥാൻ നടത്തുന്നു. പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതിനപ്പുറത്തേക്കുള്ള ആക്രമണം പക്ഷേ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് പല നഗരങ്ങളിൽ സ്ഫോടനം നടത്തുന്ന തരത്തിലേക്ക് ആദ്യങ്ങൾ കാര്യങ്ങൾ എത്തിയെങ്കിൽ ഇപ്പോഴത് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ പോലും മിസൈൽ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ നാവിക കേന്ദ്രങ്ങളിലടക്കം ഇപ്പോൾ ആക്രമണം നടക്കുന്നു. അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഇപ്പോൾ പാകിസ്ഥാൻ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിലാണ് കൊറ്റയിൽ വലിയ തരത്തിലുള്ള സംഘർഷം നിലനിൽക്കുന്നത്. കൊറ്റ പൂർണ്ണമായും ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നു. സൈന്യം അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിടിച്ചെടുത്തിരിക്കുന്ന വാർത്തകൾ കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന വാർത്തകൾ, ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും കൂടിക്കാഴ്ചകളുമൊക്കെ നടക്കുന്നുണ്ട്. പാകിസ്ഥാനെതിരെ കനത്ത പ്രഹരമാണ്, കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകുന്നത്. പാകിസ്ഥാനിലെ പ്രമുഖ വ്യക്തികൾ വിമാനത്തിൽ രാജ്യം വിട്ടു എന്ന റിപ്പോർട്ടുകൾ കൂടി ഘട്ടത്തിൽ വരുന്നുണ്ട്. പക്ഷേ അത് ആരൊക്കെയാണ്, എങ്ങോട്ടാണ് കൃത്യമായി പോയത് എന്നതിനെക്കുറിച്ചെല്ലാം കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ച പാകിസ്ഥാന് കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നൽകുന്നത്. പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ ഇന്ത്യയുടെ വ്യോമാക്രമണമുണ്ടായി. INS വിക്രാന്തിനെ മുൻനിർത്തി ഇന്ത്യ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് മേൽ നൽകിയത്. പാകിസ്ഥാന്റെ പ്രധാന നഗരങ്ങളെല്ലാം ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. പാകിസ്ഥാന്റെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടു. യുദ്ധവിമാനങ്ങൾ തകർത്തു. 3 പോർ വിമാനങ്ങളാണ് പാകിസ്ഥാൻ്റെതായി ഇന്ത്യ വെടിവെച്ചിട്ടത്. അതിനിടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുമായി ചർച്ച നടത്തി. ചർച്ചയിലൂടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം, നിലവിലെ സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതായാണ് വിവരം. അതിർത്തി സംസ്ഥാനങ്ങളിൽ പാക് ആക്രമണത്തിനെതിരെ ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇന്ത്യ. ഇപ്പോഴും ലിജോ, ഈ അതിർത്തികളിലേക്ക് സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? ഈ സുരക്ഷാ നടപടികളും മറ്റും മുൻകൂട്ടി നേരത്തെ തന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമതെല്ലാം. പക്ഷേ നേരത്തെ ലിജോ പറഞ്ഞിരുന്നു ചില സ്ഥലങ്ങളിൽ കൂടുതൽ ആളുകളെ ഒഴിപ്പിക്കേണ്ടതുണ്ടെന്ന്. അത്തരം ഒഴിപ്പിക്കലെല്ലാം പൂർത്തിയായോ? എന്തൊക്കെയാണ് അത്തരം വിവരങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കൂടി? ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അതിർത്തിയിൽ സംഘർഷം തുടരുക തന്നെയാണ്. പല മേഖലകളിലും വളരെ ശക്തമായ ആക്രമണവും പ്രത്യാക്രമണവും അവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഷെല്ലാക്രമണവും അതോടൊപ്പം തന്നെ വെടിവെപ്പും പല അതിർത്തി മേഖലകളുണ്ട്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ മേഖലകളിൽ വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നുണ്ട്.